ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ RRB ALPയുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ചണ്ഡീഗഡിന്റെ വെബ്സൈറ്റിൽ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചണ്ഡീഗഡിന്റെ വെബ്സൈറ്റിൽ ഇത് പ്രകടമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇനിയും ALP അല്ലെങ്കിൽ ജെഇയുടെ CBT2ന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും ഏപ്രിൽ എന്തായാലും എക്സാം ഉണ്ടാവും. പറ്റുവാണെങ്കിൽ മാർച്ച് ലാസ്റ്റിൽ തന്നെ എക്സാംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ മുമ്പിൽ അധികം സമയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക. അപ്പൊ ALPയുടെ റിസൾട്ട് എന്ത് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഇതിപ്പോ RRB ചണ്ഡീഗഡിന്റെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ചണ്ഡീഗഡ് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ എക്സാം കലണ്ടർ, ഇൻസ്ട്രക്ഷൻ, അതേ ഓരോ RRBയുടെ സൈറ്റ്, എക്സാം ഡേറ്റ്, മോക്ക് ടെസ്റ്റ്, എല്ലാത്തിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ എല്ലാത്തിന്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവര് പുതിയതായിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് എന്ന് പറഞ്ഞ ടാബും കൂടി അവരവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, റിസൾട്ട്. അപ്പൊ ഇത് ഇന്നലെ നൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ALP എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഇവിടെ ALP എന്നുള്ള രീതിയിൽ കാണുന്നില്ല. അതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു URL പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു URL നമ്മളുടെ ഇതാണ് ALPയുടെ. ഇത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ആക്റ്റീവ് ബോർഡ് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട് ALPയുടെ 5/12/2024 നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്ഷൻ ട്രാക്കർ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് സെയിം URL ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഇപ്പൊ ഒരു എക്സാമിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കോർ കാർഡും എല്ലാം ആ ഒരു സെയിം URL വഴി തന്നെയായിരിക്കും നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ റിസൾട്ട് എന്നുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാലും സെയിം URL തന്നെയാണ് പിന്നെ അത് റീഡയറക്ട് ചെയ്ത് പോകുന്നത്. നോക്ക്, 1181/911 1181/911. ഇതിപ്പോ നിങ്ങളിപ്പം ഈ ഒരു URL തന്നെയായിരിക്കും നിങ്ങൾ RRB ചെന്നൈയിൽ കയറിയിട്ട് ALPയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിപ്പോ ചണ്ഡീഗഡ് വെബ്സൈറ്റിൽ മാത്രമാണ് റിസൾട്ട് ഇതിന്റെ രീതിയിൽ വന്നിട്ടുള്ളത്, വേറെ ഏത് വെബ്സൈറ്റിലും വന്നിട്ടില്ല. ഓക്കെ, ചണ്ഡീഗഡിൽ എന്ത് കൃത്യമായിട്ട് ഇവിടെ ALP എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ നൈറ്റിൽ ഞാൻ കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് നോക്കിയിരുന്നത്. അപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് തന്നെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതെന്താ അവിടെ ALP എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴെന്താ അവിടെ ALP എന്നുള്ള രീതിയിൽ അവിടെ കാണുന്നില്ല. ഓക്കെ, പല ചാനലിലും വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന പ്രകടമായിട്ട് വന്ന മാറ്റം തന്നെയാണ്. ഓക്കെ, അപ്പോ പലരും പറയുന്നത് ഫെബ്രുവരി 10-11 പറയുന്നത്. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. എനിവേ വെബ്സൈറ്റിൽ എന്താ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം ഇവിടെ കാണുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ ഇവരെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എല്ലാവരുടെയും അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ALPയുടെ ഇത് നോക്കിക്കോ, കണ്ടില്ലേ, ഇത് ഇപ്പൊ ALPയുടെ അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. ഓക്കെ, സെയിം 1181/911. ഇനി നിങ്ങളിപ്പോ നേരെ നോക്കിയോ, ജെഇയുടെ നോക്കി കഴിഞ്ഞാൽ അവിടെ URL സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും. 19/7/911/75. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് നോക്കിയിട്ട് അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി അല്ല സെയിം URL വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. റിസൾട്ടും എന്താ സെയിം URL തന്നെയായിരിക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ALPയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ എന്താ ജെയുടെ റിസൾട്ടും വരുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട്. അപ്പോ നമുക്ക് എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും മാക്സിമം എന്താ പ്രിപ്പറേഷൻ സ്പീഡ് ആക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു.